ഹായ്, എല്ലാവർക്കും PYQ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കാറ്റഗറി നമ്പർ 26/2022 ലീഗൽ മെട്രോളജി വകുപ്പിലേക്കുള്ള ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് മെയിൻ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അതിലെ GK പാർട്ടാണ് നോക്കുന്നത്. ഫൈൻഡ് ആൻസർ കീ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്? തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം നടന്നത് ഏത് ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ, ആയില്യം തിരുനാൾ. 1865 പണ്ടാരപ്പാട്ട വിളംബരം നടക്കുന്നത്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നാണ് പണ്ടാരപ്പാട്ട വിളംബരം അറിയപ്പെടുന്നത്. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരിയാണ് ആയില്യം തിരുനാൾ. ഒന്നുകൂടെ പറയാം, 1865 പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്. തിരുവിതാംകൂറിലെ കർഷകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നു. ആയില്യം തിരുനാളാണ് പുറപ്പെടുവിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ്? റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ സി, BR അംബേദ്കർ. റെവല്യൂഷൻ ആൻഡ് കൗണ്ടർ റെവല്യൂഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന പുസ്തകം BR അംബേദ്കറുടേതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ പാമ്പാടി ജോൺ ജോസഫുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ പാമ്പാടി ജോൺ ജോസഫുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? 1. ചേരമാർ മഹാജനസഭ സ്ഥാപിച്ചു. 2. സാധുജന ദൂതൻ എന്ന മാസിക തുടങ്ങി. 3. ഓർത്തിടുമ്പോൾ ഖേദമുള്ളിൽ എന്ന കവിത എഴുതി. ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് പാമ്പാടി ജോൺ ജോസഫുമായി ബന്ധപ്പെട്ടത്. ആൻസർ ഓപ്ഷൻ ബി, 1ഉം 2ഉം. ചേരമർ മഹാജനസഭ സ്ഥാപിച്ചു, സാധുജന ദൂതൻ എന്ന മാസിക തുടങ്ങി. രണ്ടും പാമ്പാടി ജോൺ ജോസഫുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത പ്രമുഖനായ നേതാവ് ആരായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത പ്രമുഖനായ നേതാവ് ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, സുരേന്ദ്രനാഥ് ബാനർജി. 1885 ഡിസംബർ 28 INC രൂപീകരിക്കുന്നത്. സ്ഥാപകൻ AO ഹ്യൂമാണ്. INCയുടെ ആദ്യ അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ഒന്നുകൂടെ പറയാം, 1885 ഡിസംബർ 28 INC രൂപീകരിക്കുന്നത്. സ്ഥാപകൻ AO ഹ്യൂം. INCയുടെ ആദ്യ പ്രസിഡന്റാണ് WC ബാനർജി. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവർ 72 പേരാണ്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സ്ഥലം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സ്ഥലം. ആൻസർ ഓപ്ഷൻ എ, ധോളവീര. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ സ്ഥലമാണ് ധോളവീര. ഏഴാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അമ്ലമഴയ്ക്ക് കാരണമാകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, വായു മലിനീകരണം. വായു മലിനീകരണമാണ് അമ്ലമഴയ്ക്ക് കാരണം. എട്ടാമത്തെ ചോദ്യം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഏത്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം ഓപ്ഷൻ സി, നൈട്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ വാതകം ഓക്സിജൻ. മൂന്നാമത്തെ വാതകം ആർഗൺ. നാലാമത്തേത് കാർബൺ ഡയോക്സൈഡ്. ഒരിക്കൽ കൂടി പറയാം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം നൈട്രജൻ, രണ്ടാമത് ഓക്സിജൻ, മൂന്നാമത് ആർഗൺ, നാലാമത് കാർബൺ ഡയോക്സൈഡ്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി. ആൻസർ ഓപ്ഷൻ ബി, സ്ട്രാറ്റോസ്ഫിയർ.
സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ പുരാതനമായ കിഴക്കൻ തീര തുറമുഖം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ പുരാതനമായ കിഴക്കൻ തീര തുറമുഖം ഏതാണ്? ഓപ്ഷൻ ഡി, ചെന്നൈ. പുരാതനമായ കിഴക്കൻ തീര തുറമുഖമാണ് ചെന്നൈ. 11, ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ആൻസർ ഓപ്ഷൻ എ, ഐസോതേം. ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് ഐസോതേം. 12ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി യമുന. ആൻസർ ഓപ്ഷൻ സി, യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. പുരാതന കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടിരുന്നത് യമുനയാണ്. 1376 കിലോമീറ്റർ ആണ് യമുനയുടെ നീളം. 1376 കിലോമീറ്റർ നീളമാണ് യമുനയ്ക്കുള്ളത്. പുരാതന കാലത്ത് കാളിന്തി എന്നറിയപ്പെട്ടിരുന്നു. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ ആര്? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ PC മഹലനോബിസ്. ആൻസർ ഓപ്ഷൻ സി, PC മഹലനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകൻ. കൊൽക്കത്തയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. 14, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് പൊതുവെ അറിയപ്പെടുന്ന പേര്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് പൊതുവെ അറിയപ്പെടുന്ന പേര് ഓപ്ഷൻ എ, വേൾഡ് ബാങ്ക്. വേൾഡ് ബാങ്ക് ആണ് ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. 1945 ഡിസംബർ 27 വേൾഡ് ബാങ്ക് സ്ഥാപിക്കുന്നത്. ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. 1945 ഡിസംബർ 27 വേൾഡ് ബാങ്ക് സ്ഥാപിക്കുന്നത്. വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC. നിലവിലെ പ്രസിഡന്റ് അജയ് ബംഗയാണ്. വേൾഡ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് അജയ് ബംഗ. ക്വസ്റ്റ്യൻ നമ്പർ 15, വിദേശ നാണ്യ പ്രതിസന്ധി, പണപ്പെരുപ്പം, ധനക്കമ്മി തുടങ്ങിയ സ്ഥൂല സാമ്പത്തിക അസ്ഥിരതകൾ പരിഹരിക്കുവാനുള്ള ഹ്രസ്വകാല പദ്ധതി ഏത്? വിദേശ നാണ്യ പ്രതിസന്ധി, പണപ്പെരുപ്പം, ധനക്കമ്മി തുടങ്ങിയ സ്ഥൂല സാമ്പത്തിക അസ്ഥിരതകൾ പരിഹരിക്കുവാനുള്ള ഹ്രസ്വകാല പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ എ, സുസ്ഥിരവൽക്കരണ നടപടികൾ. ആൻസർ സുസ്ഥിരവൽക്കരണ നടപടികൾ. 16ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 17, ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഏത് പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്? ജില്ലാതല തീവ്ര കാർഷിക പരിപാടി ഏത് പേരിലാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ സി, ഹരിത വിപ്ലവം. ഹരിത വിപ്ലവമാണ് പിൽക്കാലത്ത് ജില്ലാതല തീവ്ര കാർഷിക പരിപാടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 18, നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നഗര സൂചിക അനുസരിച്ച് ഏറ്റവും ഉയർന്ന സൂചികയുള്ള ഇന്ത്യയിലെ നഗരം. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നഗര സൂചിക അനുസരിച്ച് ഏറ്റവും ഉയർന്ന സൂചികയുള്ള ഇന്ത്യയിലെ നഗരം. ആൻസർ ഓപ്ഷൻ എ, ഷിംല. 19ാമത്തെ ക്വസ്റ്റ്യൻ, അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വച്ച കേസ് ഏത്? അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വച്ച കേസ് ഏത്? ഓപ്ഷൻ ബി, കേശവാനന്ദ ഭാരതി കേസിലാണ് അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത്. 1973 കേശവാനന്ദ ഭാരതി കേസ് നടക്കുന്നത്. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് പരാമർശിച്ച കേസും കേശവാനന്ദ ഭാരതി കേസാണ്. 1973 കേസാണിത്. ക്വസ്റ്റ്യൻ നമ്പർ 20, താഴെ പറയുന്നവയിൽ ഏത് മൗലിക അവകാശത്തെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്? താഴെ പറയുന്നവയിൽ ഏത് മൗലിക അവകാശത്തെയാണ് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്?
ആൻസർ ഓപ്ഷൻ എ, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം അഥവാ ആർട്ടിക്കിൾ 32. ക്വസ്റ്റ്യൻ നമ്പർ 21. പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണ്? പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തത് ഏത് കമ്മിറ്റിയാണ്? ആൻസർ ഓപ്ഷൻ ബി, സിംഗ്വി കമ്മിറ്റി. പഞ്ചായത്തുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് സിംഗ്വി കമ്മിറ്റി. ക്വസ്റ്റ്യൻ നമ്പർ 22. ഇന്ത്യൻ ഭരണഘടനയുടെ പല വ്യവസ്ഥകളും കടമെടുത്തത് വിദേശ രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്? നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ്? ആൻസർ ഓപ്ഷൻ സി, അയർലൻഡ്. നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തത് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ്. 23. ഭരണഘടനയുടെ ഏത് ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം പാസ്സായത്? ഭരണഘടനയുടെ ഏത് ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം പാസ്സായത്? ആൻസർ ഓപ്ഷൻ എ, 91 ഭേദഗതി പ്രകാരം. ഭരണഘടനയുടെ 91 ഭേദഗതി പ്രകാരമാണ് കൂറുമാറ്റ നിരോധന നിയമം പാസ്സായത്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ആൻസർ ഓപ്ഷൻ ഡി, അരുൺ കുമാർ മിശ്ര. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അരുൺ കുമാർ മിശ്ര. ക്വസ്റ്റ്യൻ നമ്പർ 25. ഓൺലൈൻ മേഖലയിലെ സത്യവും അസത്യവും തിരിച്ചറിയാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓൺലൈൻ മേഖലയിലെ സത്യവും അസത്യവും തിരിച്ചറിയാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പരിപാടി എന്ത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്ന പേരിലാണ് ആ പരിപാടി അറിയപ്പെടുന്നത്. 26. ഗ്രാമീണ ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിനും ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകി ശ്രീ കെ വിശ്വനാഥൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേര്? ഗ്രാമീണ ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും പരിഹരിക്കുന്നതിനും ഗാന്ധിയൻ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പ്രാധാന്യം നൽകി ശ്രീ കെ വിശ്വനാഥൻ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേര് മിത്രനികേതൻ. ആൻസർ ഓപ്ഷൻ ബി, മിത്രനികേതൻ. മിത്രനികേതൻ സ്ഥാപിച്ചത് ശ്രീ കെ വിശ്വനാഥൻ. 27ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം? താഴെ പറയുന്നവയിൽ ഏതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം? അനുച്ഛേദം 243K. ആൻസർ ഓപ്ഷൻ എ, അനുച്ഛേദം 243K. ക്വസ്റ്റ്യൻ നമ്പർ 28. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്. ആൻസർ ഓപ്ഷൻ ഡി, മെഡിസെപ്പ്. മെഡിസെപ്പ് ആണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി. ക്വസ്റ്റ്യൻ നമ്പർ 29. ഊർജ പിരമിഡുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഊർജ പിരമിഡുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. 1. ഊർജ പിരമിഡ് നിവർന്ന തരത്തിലുള്ളതോ തലകീഴായ രീതിയിലുള്ളതോ ആയിരിക്കും. 2. ഊർജ പിരമിഡ് എപ്പോഴും നിവർന്ന തരത്തിലുള്ളതായിരിക്കും. 3. ഒരു പോഷണതലത്തിൽ നിന്നും അടുത്ത പോഷണതലത്തിലേക്ക് 10% ഊർജം മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. 4. ഒന്നാമത്തെ പോഷണതലം പ്രാഥമിക ഉപഭോക്താക്കളെ സൂചിപ്പിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 2ഉം 3ഉം പ്രസ്താവന ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി, 2ഉം 3ഉം. ഊർജ പിരമിഡ് എപ്പോഴും നിവർന്ന തരത്തിലുള്ളതായിരിക്കും. ഒരു പോഷണതലത്തിൽ നിന്നും അടുത്ത പോഷണതലത്തിലേക്ക് 10% ഊർജം മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഈ 2 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 30. താഴെ തന്നിരിക്കുന്ന ഗർഭാശയാന്തര ഗർഭനിരോധന ഉപാധികളിൽ
ഹോർമോൺ സ്രവിക്കുന്നവയെ തിരഞ്ഞെടുക്കുക. താഴെ തന്നിരിക്കുന്ന ഗർഭാശയാന്തര ഗർഭനിരോധന ഉപാധികളിൽ ഹോർമോൺ സ്രവിക്കുന്നവയെ തിരഞ്ഞെടുക്കുക. 1. മൾട്ടിലോൾഡ് 375. 2. LNG-20. 3. ലിപ്പസ് ലൂപ്പ്. 4. പ്രൊജസ്റ്റാസ്റ്റേർഡ്. ഇതിൽ ഹോർമോൺ സ്രവിപ്പിക്കുന്നവയാണ് ചോദിച്ചേക്കുന്നത്. 2ഉം 4ഉമാണ് ഹോർമോൺ സ്രവിപ്പിക്കുന്നവ. ഓപ്ഷൻ ബി 2ഉം 4ഉം. LNG-20യും പ്രൊജസ്റ്റാസ്റ്റേർഡുമാണ് ഹോർമോൺ സ്രവിപ്പിക്കുന്നവ. LNG-20യും പ്രൊജസ്റ്റാസ്റ്റേർഡും. 31. 2021 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞർ. 2021 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ച ശാസ്ത്രജ്ഞർ ഡേവിഡ് ജൂലിയസും ആർഡം പാറ്റപ്യൂഡിയാനുമാണ് ലഭിച്ചത്. ആൻസർ ഓപ്ഷൻ ബി, ഡേവിഡ് ജൂലിയസ്, ആർഡം പാറ്റപ്യൂഡിയാൻ. ക്വസ്റ്റ്യൻ നമ്പർ 32. താഴെ പറയുന്നവയിൽ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമല്ലാത്തതേത്? ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമല്ലാത്തത്: എ. OP സംവിധാനങ്ങളുടെ നവീകരണം. ബി. ജില്ലാ താലൂക്ക് തല ആശുപത്രികളുടെ നിലവാരം ഏകീകരണം. സി. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ഡി. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി ഉയർത്തൽ. ഇതിൽ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യമല്ലാത്തത് സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ. ആൻസർ ഓപ്ഷൻ സി ആണ്. സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നതല്ല. ക്വസ്റ്റ്യൻ നമ്പർ 33. താഴെ പറയുന്നവയിൽ ഏതൊക്കെ രോഗങ്ങളാണ് ടാറ്റു ചെയ്യുന്നതിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്? താഴെ പറയുന്നവയിൽ ഏതൊക്കെ രോഗങ്ങളാണ് ടാറ്റു ചെയ്യുന്നതിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്? 1. ഹീമോഫീലിയ. 2. ഹെപ്പറ്റൈറ്റിസ് ബി. 3. HIV AIDS. 2ഉം 3ഉം. ടാറ്റു ചെയ്യുന്നതിലൂടെ ഒരാളിൽ നിന്ന് മറ്റുള്ളവർക്ക് പകരുന്ന രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും HIV. 2ഉം 3ഉം. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 34. ശരാശരി പ്രവേഗത്തിന്റെ ഡയമെൻഷൻ താഴെ പറയുന്നവയിൽ ഏതാണ്? ശരാശരി പ്രവേഗത്തിന്റെ ഡയമെൻഷനാണ് ചോദിച്ചിരിക്കുന്നത്. പ്രവേഗം കാണുന്ന അത് സ്ഥാനാന്തരം ബൈ സമയം കൊണ്ടാണ് പ്രവേഗം കണ്ടെത്തുന്നത്. അപ്പോൾ ഡയമെൻഷനിൽ നീളം അഥവാ ദൂരത്തെ കാണിക്കുന്നത് L ആണ്, സമയത്തെ കാണിക്കുന്നത് T ആണ്. ഇവിടെ അപ്പോൾ L/T എന്ന് വരും. അത് ലഘൂകരിക്കുമ്പോൾ LT⁻⁻1 എന്ന് എഴുതാം. LT⁻⁻1. ശരാശരി പ്രവേഗത്തിന്റെ ഡയമെൻഷൻ LT⁻⁻1. 35. ജഡത്വ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആര്? ജഡത്വ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ഗലീലിയോ. ഓപ്ഷൻ എ, ഗലീലിയോ ആണ് ജഡത്വ നിയമം പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ. 36. ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ് എന്ത്? ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഓപ്ഷൻ സി, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഭൂഗുരുത്വ സ്ഥിരാങ്കത്തിന്റെ വാല്യൂ 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ്. ഇവിടെ യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. 37. ഒരു ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 10 സെന്റിമീറ്റർ ആയാൽ വക്രത ആരം എത്ര? ഒരു ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം 10 സെന്റിമീറ്റർ ആയാൽ വക്രത ആരം എത്ര? വക്രത ആരം R എന്ന് പറയുന്നത് 2F ആയിരിക്കും. ഇവിടെ F 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 2F 20 സെന്റിമീറ്റർ. ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 38. AC-യെ DC ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? AC-യെ DC ആക്കി മാറ്റുന്ന പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ സി, ഡയോഡ്. 39. വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ പ്രവേഗം എത്ര? വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ പ്രവേഗം ഓപ്ഷൻ ഡി,
1.25 into 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. പ്രകാശത്തിന്റെ വജ്രത്തിലൂടെയുള്ള പ്രവേഗം 1.25 into 10⁻⁸ മീറ്റർ പെർ സെക്കൻഡ്. 2021 കാലാവസ്ഥ ഉച്ചകോടി നടന്നത് ഏത് രാജ്യത്താണ്? 2021 കാലാവസ്ഥ ഉച്ചകോടി നടന്നത് ഓപ്ഷൻ ഡി സ്കോട്ട്ലൻഡ്. 2021 കാലാവസ്ഥ ഉച്ചകോടി നടന്നത് സ്കോട്ട്ലൻഡിലാണ്. 2022 ഈജിപ്തിലായിരുന്നു. 2023 ദുബായിൽ വെച്ചിട്ടാണ് നടന്നത്. 2023 കാലാവസ്ഥ ഉച്ചകോടി നടന്നത് ദുബായിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഓക്കെ, GK പാർട്ടിലെ 40 ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ബാലൻസ് ഒരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസം ചെയ്ത കാറ്റഗറി നമ്പർ 18/22 ഒരു 10 ക്വസ്റ്റ്യൻസും കൂടെ ബാക്കിയുണ്ട്. അതും ഇതിന്റെ ബാലൻസ് 15 ക്വസ്റ്റ്യൻസും കൂടെ വരുന്നൊരു വീഡിയോയിൽ ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം.